നമസ്കാരം. ഇന്ത്യയെ പിണക്കി മുമ്പോട്ട് പോകാൻ കഴിയില്ലെന്ന് അമേരിക്ക തിരിച്ചറിഞ്ഞു. ഇതിന്റെ സൂചനയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യ പുകഴ്ത്തൽ. ഏതായാലും അവസാനമായി ട്രംപ് പറഞ്ഞത് ശരിയാണെന്ന് സമ്മതിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി. താരിഫ് സംഘർഷങ്ങൾക്കിടയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെക്കുറിച്ചും ഇന്ത്യയെക്കുറിച്ചും പറഞ്ഞ വാക്കുകൾക്ക് അദ്ദേഹം പ്രതികരണം അറിയിച്ചു. പ്രസിഡന്റ് ട്രംപിന്റെ നല്ല വാക്കുകളെയും നമ്മുടെ ബന്ധത്തെക്കുറിച്ചുള്ള ക്രിയാത്മകമായ വിലയിരുത്തലിനെയും അഭിനന്ദിക്കുന്നുവെന്നാണ് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചത്. ഞാനെപ്പോഴും മോദിയുമായി സൗഹൃദത്തിലായിരിക്കുമെന്നും അദ്ദേഹം ഒരു മികച്ച പ്രധാനമന്ത്രിയാണെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു പ്രത്യേക ബന്ധമുണ്ട്, ആശങ്കപ്പെടാനൊന്നുമില്ല. നമുക്കിടയിൽ ഇടയ്ക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുവെന്ന് മാത്രമേ ഉള്ളൂ എന്നും ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം. ട്രംപിന്റെ അതേ വികാരം പൂർണ്ണമായി പങ്കുവെക്കുന്നുവെന്ന് അറിയിച്ച മോദി, ഇന്ത്യയും US തമ്മിൽ വളരെ ക്രിയാത്മകവും കാഴ്ചപ്പാടുള്ളതും സമഗ്രവും തന്ത്രപരവുമായ പങ്കാളിത്തമുണ്ടെന്നും എക്സിൽ കൂട്ടിച്ചേർത്തു. അതായത് ക്രിയാത്മക പ്രതികരണങ്ങൾക്ക് ക്രിയാത്മക മറുപടി എന്ന സന്ദേശമാണ് ഇന്ത്യ നൽകുന്നത്. ഇതിനെ മഞ്ഞുരുകളിലേക്ക് എത്തിക്കുമെന്ന് വിദേശകാര്യ വിദഗ്ധരും വിലയിരുത്തുന്നു. അമേരിക്കയെ ശത്രുവാക്കാൻ ഇന്ത്യയും ആഗ്രഹിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അമേരിക്കയിലെ ചിലർ ഇന്ത്യയെ കടന്നാക്രമിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ട്രംപിന്റെ സ്നേഹ നയതന്ത്രം തുടങ്ങുന്നത്. കഴിഞ്ഞ 2 ദശാബ്ദത്തിനിടയിലെ ഏറ്റവും മോശമായ ഘട്ടത്തിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കടന്നു പോകുമ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ തയ്യാറാണോ എന്ന ചോദ്യത്തിനായിരുന്നു ട്രംപ് മോദിയെ പ്രകീർത്തിച്ചതും ഇന്ത്യയുമായി പ്രത്യേക ബന്ധമാണ് US എന്ന് പറഞ്ഞതും. ഇതിനെ ഏറെ പ്രതീക്ഷയോടെയാണ് ഇന്ത്യയും കാണുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലെ ഇടപെടൽ സംബന്ധിച്ചും താരിഫ് സംഘർഷങ്ങളെയും തുടർന്ന് മോദിയും ട്രംപും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വന്നുവെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇതിനുശേഷം ഇതാദ്യമായിട്ടാണ് ഇരു നേതാക്കളും പരസ്പരം അംഗീകരിക്കുന്നത്. മോദിയുമായി എല്ലായ്പ്പോഴും സൗഹൃദത്തിലായിരിക്കുമ്പോഴും ഈ പ്രത്യേക നിമിഷത്തിൽ അദ്ദേഹം ചെയ്യുന്നത് തനിക്ക് ഇഷ്ടമല്ലെന്നും ട്രംപ് പറഞ്ഞിരുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ട്രംപിന്റെ പരാമർശം. ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇത്രയധികം എണ്ണ വാങ്ങുന്നതിൽ ഞാൻ വളരെ നിരാശനായിരുന്നു. ഞാനത് അവരെ അറിയിക്കുകയും ചെയ്തു. ഞങ്ങൾ ഇന്ത്യക്ക് മേൽ വളരെ വലിയ താരിഫ് ചുമത്തി, 50% താരിഫ്. ഞാൻ മോദിയുമായി വളരെ നല്ല ബന്ധത്തിലാണ്. അദ്ദേഹം മഹാനാണ്. ട്രംപിന്റെ പുതിയ പ്രസ്താവന ഇങ്ങനെയാണ്. മുമ്പൊന്നും ഇന്ത്യൻ വിരുദ്ധ പ്രസ്താവനകളോട് മോദി പ്രതികരിച്ചിരുന്നില്ല. അതേസമയം ഈ മാസം അവസാനം നടക്കുന്ന UN പൊതുസഭയുടെ വാർഷിക സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കില്ലെന്നാണ് സൂചന. സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നവരുടെ പട്ടികയിൽ മോദിയുടെ പേരില്ല. പകരം വിദേശകാര്യമന്ത്രി S ജയശങ്കർ സെപ്റ്റംബർ 27-ന് UN പ്രസംഗിക്കുമെന്നാണ് വിവരം. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് US ഏർപ്പെടുത്തിയ തീരുവയെ തുടർന്ന് ഇന്ത്യ US ബന്ധം വഷളായിരിക്കെയാണ് പ്രധാനമന്ത്രി സന്ദർശനം റദ്ദാക്കുന്നത്. അതിനിടെ 1-2 മാസത്തിനുള്ളിൽ ഇന്ത്യ വ്യാപാര കരാറിന്റെ ചർച്ചയ്ക്കെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി US വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക് പരിഹസിച്ചിരുന്നു. വാഷിംഗ്ടൺ എപ്പോഴും ചർച്ചകൾക്ക് തയ്യാറാണെന്നും റഷ്യൻ എണ്ണയുടെ വാങ്ങൽ വർദ്ധിപ്പിച്ചത് ഇന്ത്യ ചെയ്ത തെറ്റാണെന്നുമായിരുന്നു ലുട്നിക്കിന്റെ പ്രസ്താവന. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ലുട്നിക് ഇന്ത്യയെ വിമർശിച്ചിരുന്നു. US ഡോളറിനെ പിന്തുണയ്ക്കാനും ബ്രിക്സിൽ നിന്ന് പിൻവാങ്ങാനും ഇന്ത്യയോട് ലുട്നിക് ആഹ്വാനം ചെയ്തു. അതായത് ഇന്ത്യയിൽ സമ്മർദ്ദം തുടരുകയാണ് അമേരിക്ക, എന്നാൽ ഇത് ഇന്ത്യ വകവെക്കില്ല. ഇന്ത്യ ഇപ്പോൾ ചെയ്യുന്നത് ഇഷ്ടമാകുന്നില്ലെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. നരേന്ദ്രമോദിയെ നല്ല ഭരണാധികാരിയായും ട്രംപ് വിശേഷിപ്പിക്കുന്നുണ്ട്. ഇന്ത്യ ചൈനീസ് പക്ഷത്തേക്ക് മാറിയില്ലെന്നും പറയുന്നുണ്ട് ട്രംപ്. ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കുമെന്നും ട്രംപ് പറയുന്നു. ട്രംപ് കഴിഞ്ഞ ദിവസം നടത്തിയതിൽ നിന്നും വിഭിന്നമായിരുന്നു ഏറ്റവും പുതിയ പ്രസ്താവന. ഇന്ത്യയെ ഇന്ന് കടന്നാക്രമിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ്. മോദി സുഹൃത്തായി നല്ല ബന്ധമുണ്ടെന്നും ട്രംപ് പറയുന്നു. ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കുമെന്നുമാണ് ട്രംപ് പറയുന്നത്. ഇതിന് തൊട്ടു മുമ്പായിരുന്നു ലുട്നിക് ആഞ്ഞടിച്ചത്.